അവനവന്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ് സന്തോഷം. അല്പം ശ്രമകരമായ കാര്യമാണെങ്കിലും അത് വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യമാണ്. ജീവിതത്തിൽ ഒരാൾക്കെങ്കിലും പ്രതീക്ഷയാവാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യമാകും. സ്നേഹം ഒരിക്കലും ചോദിച്ചു വാങ്ങുന്നതിലൂടെ ലഭ്യമാകുന്നില്ല. അത് ലഭിക്കുന്നത് നൽകുന്നതിലൂടെയാണ്. നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്നതിനെ അല്ല, നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കുന്നതിനെ പിന്തുടരുക. അഹങ്കാരവും അഹംഭാവവും ഉള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല. നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ. എല്ലാവരും ഒരു പ്രതിഭയാണ്. എന്നാൽ മത്സ്യത്തിന് മരത്തിൽ കയറാനുള്ള കഴിവുണ്ടാകണമെന്ന് നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ അത് മണ്ടനാണെന്ന് വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കും. എല്ലാവരും സത്യമറിയാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഒരു വ്യക്തിയും സത്യസന്ധനായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മാറുമ്പോൾ നമ്മളോടൊപ്പം മാറുകയും നമ്മൾ തലയാട്ടുമ്പോൾ നമ്മളോടൊപ്പം തലയാട്ടുകയും ചെയ്യുന്ന ഒരു സുഹൃത്തിനെ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ നിഴൽ സുഹൃത്തിനേക്കാൾ നന്നായി അത് ചെയ്യും. ചിലരോട് നമ്മൾ കാണിക്കുന്ന അമിത സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം തന്നെയാവാം ചിലപ്പോൾ അവർ നമ്മെ സംശയത്തോടെ വലിച്ചെറിയുവാനുള്ള കാരണമാകുന്നതും. ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചത് പോലും നമ്മളെ തേടിയെത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക. നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരു അവസരം തരും. സൂക്ഷിച്ചു വെക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയുകയില്ല. സമാധാനം ഒരിക്കലും നമ്മളെ തേടി വരികയില്ല. കാരണം അത് നമ്മുടെ കൈകളിൽ തന്നെയാണ്. മനസ്സമാധാനം നേടണമെങ്കിൽ ആരെയും അമിതമായി സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല. എത്ര വലിയ പ്രശ്നത്തിൽപ്പെട്ടാലും മനഃശക്തി കൈവിടാതിരിക്കുക. കാരണം പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിന്റെ ശക്തി ഇല്ലായ്മയാണ് നമ്മളെ തളർത്തുക. നമുക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നമ്മുടേതല്ലാത്ത ഇടങ്ങളാണ്. അത്തരം ഇടങ്ങൾ ധീരമായി ഉപേക്ഷിക്കുക. അന്തസ്സായി ജീവിക്കുക. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്. പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതമാണ്. കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ ഓരോ ദിവസവും നമ്മൾ സഞ്ചരിക്കുന്നു. നമ്മെ മനസ്സിലാകാത്തവരുടെ മുന്നിൽ സങ്കടം എന്ന പുസ്തകം തുറക്കരുത്. കാരണം പരിഹാസം എന്ന അർത്ഥം മാത്രമേ അതിനുണ്ടാകൂ. മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ശ്രദ്ധ കുറച്ചെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു നോക്കൂ. നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. നല്ലതൊന്നിനെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നാവിറങ്ങി പോകുന്നത് പോലെയാണ് ചിലർക്ക്. എന്നാലോ കുറ്റങ്ങൾ എണ്ണിപ്പറയുവാൻ 1000 നാവാണ് താനും. നിങ്ങളുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾ കടന്നു വരുന്നത് പോലെ കടന്നു പോകാനും അനുവാദം നൽകുക. സ്നേഹിക്കുക, അതൊരു കഴിവാണ്. സ്നേഹിക്കപ്പെടുക, അതൊരു ഭാഗ്യമാണ്. സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, അതൊരു ഉത്തരവാദിത്വമാണ്. പിന്തിരിഞ്ഞു നോക്കാതെ യാത്ര പറഞ്ഞു പോയവർ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നുവെങ്കിൽ നിങ്ങളാണ് ശരിയെന്ന് കാലം അവരെ പഠിപ്പിച്ചിട്ടുണ്ടാകും. നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ, കണ്ടുമുട്ടിയ മുഖങ്ങൾ, ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ എല്ലാം ഒരു പാഠമാണ്. പഠിക്കാനും തിരിച്ചറിയാനുമുള്ള പാഠം. ചിരിച്ചാൽ മാറുന്ന ദേഷ്യങ്ങളുണ്ട്. ക്ഷമിച്ചാൽ തീരാവുന്ന തർക്കങ്ങളുണ്ട്. തൊട്ടാൽ അലിയുന്ന പിണക്കങ്ങളുണ്ട്. ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന സങ്കടങ്ങളുമുണ്ട്. പക്ഷെ ആരും ഒന്നിനും തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം. അധർമ്മപക്ഷത്തു നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്തു നിന്ന് പരാജയപ്പെടുന്നതാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുകളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ചേർത്ത് നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെ കൊണ്ട് നടക്കുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും, എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും, ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കുമെന്ന ഉറച്ച തീരുമാനം എടുക്കുന്ന സമയം മുതൽ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിച്ച് ജീവിക്കാതെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ ജീവിക്കുക. നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. ഓരോ നിരാശയിലുമുണ്ട് ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രതീക്ഷയുടെ നിറം, പ്രത്യാശയുടെ നിറം. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശയും ഗതിയും മാറുന്നത്. തളരാത്ത പ്രത്യാശകൾക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങളില്ല. പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ആത്മവീര്യത്തെ തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രത്യാശ നമ്മളിൽ ഉണ്ടാകണം. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വ്യക്തികളാണ് നിങ്ങളുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണം. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് യാന്ത്രികമായ വിജയം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഭൂതകാലത്തിന്റെ വാതിൽ അടയ്ക്കുക. നിങ്ങളുടെ ഊർജം, സമയം ഇവയൊന്നും പഴയ തെറ്റുകളിൽ വിനിയോഗിക്കാൻ അനുവദിക്കരുത്. ഈ ലോകം നിങ്ങൾക്കെതിരെയാണെങ്കിൽ പരിഭ്രാന്തരാകരുത്. കാരണം ആളുകൾ ഫലം കായ്ക്കുന്ന മരത്തിന് നേരെ മാത്രം കല്ലെറിയുന്നു. ദുഃഖത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെടും. അറിവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരും. സന്തോഷകരമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ്. ഏതൊരു മനുഷ്യന്റെയും വിജയത്തിനു പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. എന്തെങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക. അപ്പോൾ ജീവിതം മനോഹരമാകും. ക്ഷമ എന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ്. ഏതൊരു ഹൃദയത്തിലാണോ ആ മഹത്തായ കഴിവുള്ളത്, ആ ഹൃദയത്തിനുടമ ഒരിക്കലും പരാജയപ്പെടില്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. പക്ഷെ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും. ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടണമെന്ന് പഠിപ്പിക്കുന്നത്. ഇത് ജീവിതമാണ്. ബഹുജനങ്ങൾ പലവിധമാണ്. ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലരാകട്ടെ നമ്മിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു. ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യരുത്. ഓരോന്നിനും അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. എല്ലാം തികഞ്ഞവരായി ആരുമില്ല. നിങ്ങൾ സ്വന്തം മനസ്സിലെ മാലിന്യം ആദ്യം കളയുക. അസന്തുഷ്ടനായ ഒരു വ്യക്തി ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. അവർ ഒന്നെങ്കിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആളുകളുടെ വികാരങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും കളിക്കരുത്. അത് കളിയാണെന്നറിഞ്ഞാൽ പിന്നെ അവരെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഓരോ മനുഷ്യർക്കും അവരുടേതായ വിലയുണ്ട്. പരിഗണിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക. കരയാതെ പിടിച്ചു നിൽക്കുന്നവരെ സൂക്ഷിക്കണം. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളെ തോൽപ്പിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഇതിന് സാധിക്കൂ. നമുക്കൊരു ഉറച്ച ലക്ഷ്യമുണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിലായിരിക്കും. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിന്റെ ഇഷ്ടിക എടുത്തു മാറ്റാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. കാലുകൾ മുറിഞ്ഞേക്കാം, എന്നിരുന്നാലും ആഞ്ഞു ചവിട്ടും തോറും ഉറച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ജീവിത വിജയവും. ഒരാളുടെ വിജയം മാത്രം ആളുകൾ കാണുന്നു. എന്നാൽ അയാൾ അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആരും കാണുന്നില്ല. ദുഷ്ടൻ, പാമ്പ് ഇവയിലൊന്നിനെ സ്വീകരിക്കേണ്ടി വന്നാൽ പാമ്പിനെ സ്വീകരിക്കുക. സ്വയരക്ഷയ്ക്കല്ലാതെ പാമ്പ് ആക്രമിക്കുകയില്ല. ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ഷമ, ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾ കാണിക്കുന്ന കാരുണ്യം, ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾ പ്രയോഗിക്കുന്ന മൗനം, ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾ നൽകുന്ന സ്നേഹം, ഇതെല്ലാം അധർമ്മത്തിൽ ചെന്ന് കലാശിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കും. ജീവിതം സൈക്കിൾ ചവിട്ടുന്നത് പോലെയാണ്. നിങ്ങളുടെ ബാലൻസ് നിലനിർത്താൻ നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കണം. ജനിച്ചവന് മരണം നിശ്ചയമാണ്, മരിച്ചവന് ജനനവും നിശ്ചിതമാണ്. അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യത്തിൽ ദുഃഖിക്കുന്നത് നിനക്ക് ഉചിതമല്ല.
എത്ര കുറച്ച് നമ്മൾ സംസാരിക്കുന്നുവോ അത്രയും കൂടുതൽ മൂല്യം നമ്മുടെ വാക്കുകൾക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങളുടെ വഴിയാണ്, നിങ്ങളുടേത് മാത്രം. മറ്റുള്ളവർ നിങ്ങളോടൊപ്പം നടന്നേക്കാം, പക്ഷെ നിങ്ങൾക്ക് പകരം നടക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾക്കായുള്ള നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. എല്ലാ ദിവസവും ഹൃദയഭാരത്തോടെ ഉണരുന്നത് അവസാനിപ്പിക്കുക. ഭാവി ജീവിതത്തിൽ പ്രതീക്ഷ വയ്ക്കുക. നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സംഭവിക്കുന്നതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ. പ്രതികരണത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. വിജയം ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല. നിരന്തരമായ കഠിനാധ്വാനം, ത്യാഗം, ആത്മവിശ്വാസം, നിർത്താതെയുള്ള പഠനം എന്നിവയാൽ ലഭിക്കുന്നതാണ്. ഈ ലോകത്തിൽ ചുറ്റുമുള്ളവരെ ഒരുപാട് ആശ്രയിക്കരുത്. കൂരിരുട്ടിൽ നിങ്ങളുടെ നിഴൽ പോലും നിങ്ങളെ ഉപേക്ഷിക്കുന്നു. ഏറ്റവും അടുപ്പമുള്ളവരാണ് അതിസമൃദ്ധമായി ചതിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നത്. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ. ഒരു കൂട്ടം ആളുകളിരുന്ന് ചിരിക്കുമ്പോൾ നിങ്ങളെ നോക്കി ആരാണ് ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോട് അഗാധമായ അടുപ്പമുണ്ട്. ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ ജയിക്കാൻ ചുറുചുറുക്കും വിശ്വാസവും ഉത്സാഹവും വേണം. രണ്ടാം പകുതിയിൽ ക്ഷമയും അച്ചടക്കവും അത്യാവശ്യമാണ്. ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട്. ആ കഥകളിൽ ഓരോ ശരികളുണ്ട്. മറ്റാർക്കും മനസ്സിലാകാത്ത അവരുടേതായ ശരികൾ. തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം. വഴിയിൽ പലരും കൂടെ കൂടും. ചിലർ ചിരിപ്പിക്കും, ചിലർ കരയിപ്പിക്കും. അവസാനം യാത്ര അവസാനിപ്പിക്കാൻ നേരം നമ്മൾ വീണ്ടും ഒറ്റയ്ക്കാവും. അതുകൊണ്ട് സ്വയം ജീവിക്കാൻ മറക്കരുത്. ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ്. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. കാലം നമുക്ക് സമ്മാനിക്കുന്നത് ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളാവാം. ആ തീച്ചുളയിൽ വെന്തുരുകാതെ പിടിച്ചു നിൽക്കണം. ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അതൊരു ഓർമ്മയിലുണ്ടാകും. നഖങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ നഖങ്ങളെയാണ് വെട്ടിക്കളയുന്നത്, വിരലുകളെയല്ല. അതുപോലെ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വളരുമ്പോൾ ഈഗോയാണ് ഇല്ലാതാക്കേണ്ടത്, ബന്ധങ്ങളെയല്ല. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കലാണ്. ബാക്കിയുള്ളത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധി മാത്രമാണ്. നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തെക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ്. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരായിട്ടുള്ള ആയുധമായി മാറും. ഒരു ദിവസമല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ തീരുമാനിക്കുക. അവസരത്തിനായി കാത്തിരിക്കരുത്, ഇന്ന് തന്നെ ചെയ്യുക. പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷെ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചറിഞ്ഞവരുടെ മാത്രമാണ്. എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. ചില ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുവാനും നിങ്ങളെ വിട്ടുപോകുവാനും തീരുമാനിച്ചാൽ അവർ ആദ്യം തന്നെ 2 കാര്യങ്ങൾ ചെയ്യും. ആദ്യം അവരുടെ സംസാരത്തിന്റെ ശൈലി മാറ്റും. പിന്നെ നിങ്ങളെ കേൾക്കുവാനുള്ള ക്ഷമ കാണിക്കാതിരിക്കും. എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ എല്ലാവരോടും സന്തോഷമായി പെരുമാറാൻ തീർച്ചയായും നമുക്ക് കഴിയും.